ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തുണ്ട്, എല്ലാവർക്കും സുഖമാണോ? എന്തുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇതൊരു മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. മോർണിംഗ് റൂട്ടീൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റു. അപ്പോൾ നല്ല പ്രകാശിക്കുന്ന വെളിച്ചമുണ്ടായിരുന്നു പുറത്ത്. കർട്ടൻ ഇടുന്നതുകൊണ്ട് ഉള്ളിലൊക്കെ നല്ല ഇരുട്ടായിരുന്നു. അപ്പോൾ കർട്ടനൊക്കെ ഓപ്പൺ ചെയ്തു. അങ്ങനെ രാവിലത്തെ കുറച്ച് കലാപരിപാടികളൊക്കെയാണ് ഈ കാണുന്നത്. ഇന്ന് രാവിലെ ഷൂട്ട് ചെയ്യാൻ കാരണം കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ല, ഇന്ന് സാറ്റർഡേ ആണ്. അതുകൊണ്ട് തന്നെ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഷൂട്ട് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഫോൺ എടുക്കാനേ ടൈം കിട്ടില്ല കേട്ടോ. അപ്പോൾ ബെഡൊക്കെ തട്ടി വിരിച്ചു. പിന്നെ ലോണ്ട്രി ടൈമാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ മിലോ മേലെയാണ് കേട്ടോ കടക്കറി ടെറസിൽ. അപ്പോൾ എന്നെ കണ്ട ഉടനെ തന്നെ ബഹളം വെക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മിലോനെ പുറത്തിറക്കി അവന് വേണ്ടുന്ന ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ കാണിക്കുന്നത്. അങ്ങനെ മിലോന് ഫുഡൊക്കെ കൊടുത്തു, വെള്ളമൊക്കെ കൊടുത്തു. നല്ല ഹാപ്പി ആയിട്ട് ആൾ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇത് നമ്മൾ കുറച്ച് കൊണ്ടാട്ടം ഉണക്കാനിട്ടതാണ് കേട്ടോ. കൈപ്പക്കയുടെ ഇവരുടെ ഉപ്പയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കുഞ്ഞിപ്പാന്ന് വിളിക്കൽ. എൻ്റെ ഹസ്സിൻ്റെ ഉപ്പയാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടെറസിൽ നല്ല വെയിലുണ്ട്. അങ്ങനെ അവിടെ ഉണങ്ങാനിട്ടതാണ്. അങ്ങനെ സംഭവം സെറ്റായിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ താഴേക്ക് ഇറങ്ങി. ഇനി രാവിലത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റും ചായ കൂടിയൊക്കെയാണ് അടുത്ത കലാപരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ രാവിലത്തെ ചായ വെപ്പാണിത്. നല്ല കാറ്റുണ്ടായിരുന്നു. മേലെ ടെറസിൽ പോയപ്പം തന്നെ ഒരുവിധം ഡ്രസ്സൊക്കെ ആറിയിട്ട് തന്നെ പറന്നു പോയിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഇതെടുക്കൽ തന്നെയാണ് എൻ്റെ പതിവുള്ള കാര്യം. പക്ഷെ അതൊന്നും ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അങ്ങനെ അതൊക്കെ അടുക്കിപ്പറക്കി വെച്ച് അതിന് ശേഷം താഴെ വന്ന് ചായ വെക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അങ്ങനെ പുറത്തത്തെ കാഴ്ചയും കണ്ട് ഇളം കാറ്റും കൊണ്ടുകൂടി ഈ ചൂടുള്ള ചായ കുടിക്കാൻ എന്തൊരു രസമാണെന്നറിയോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലിയും സാമ്പാറുമാണ് കേട്ടോ. സാമ്പാർ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് സാമ്പാറാക്കുന്ന വീഡിയോസൊന്നുമില്ല. പിന്നെ ഇത് ഇന്നലെ തലേ ദിവസം അരച്ച് വെച്ച ഇഡ്ഡലി മാവാണ്. നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ തട്ടിലൊക്കെ എണ്ണയൊക്കെ പുരട്ടി നല്ല പൊങ്ങിയ മാവ്. എൻ്റെ ഇഡ്ഡലി പൊതുവേ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഞാൻ സ്വയം പൊക്കി പറയുന്നതല്ല, നല്ലതുപോലെ പൊങ്ങി വരും. അതുകൊണ്ടും തന്നെ നല്ല സോഫ്റ്റുമാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ ഇഡ്ഡലി ആയിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തത് കേട്ടോ. അങ്ങനെ ഇഡ്ഡലി ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കാവുന്ന ഒരു ഗ്യാപ്പിൽ ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകാൻ വെച്ചു. അങ്ങനെ കഴുകി വെക്കുന്ന ഓരോ ദൃശ്യങ്ങളാണിത്. അങ്ങനെ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ്, നല്ല പഞ്ഞ് പോലത്തെ ഇഡ്ഡലിയാണ്. കുറേ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ റെസിപ്പി വേണ്ടുന്നവർക്ക് ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരുന്നതായിരിക്കും.
അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവരും ടേക്ക് കെയർ. ബൈ ഫ്രം ഷിറിൻ സ്റ്റോക്ക്.